യെസ് ഹലോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ CGL അടുത്ത് വരികയാണ്. വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ CGL എക്സാം നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദിശ അക്കാദമി നടത്തുന്ന ഓൾ കേരള CGL മോക്ക് ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ്, അതിൻ്റെ റിസൾട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റാണ് നിങ്ങൾ എൻ്റെ പിന്നിൽ ഈ കാണുന്നത്. അപ്പോൾ അതിൽ കുട്ടികൾ വളരെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. 162 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് വരെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത് പോരാ, നിങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഡേ 2 മോക്ക് ടെസ്റ്റിൽ മാത്സ് പൊതുവേ പറയുകയാണ്, നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് ആയിരുന്നു മാത്സിൻ്റെത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അതിൽ തന്നെ ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കാര്യമായിട്ട് ചലഞ്ചസ് ഒന്നും ഇല്ല. എന്നാൽ പോലും ചില ചോദ്യങ്ങളിൽ നമുക്ക് എളുപ്പത്തിലുള്ള കുറച്ച് വഴികളുണ്ട്. ആ വഴികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് ഈ മോക്ക് ടെസ്റ്റിനെ പറ്റി അറിയുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ അടുത്ത ദിവസത്തെ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് പെട്ടെന്ന് ചെയ്ത് നോക്കണം. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഉടനെ അവസാനിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് അടുത്ത ദിവസത്തെ സൊല്യൂഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം കേരളത്തിലുള്ള കുട്ടികളിൽ നിങ്ങൾ എത്രാം സ്ഥാനത്താണ് എന്നറിയാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭീകരമായ ക്വസ്റ്റ്യൻ അല്ല ആദ്യമുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി തന്നെയാണ്. എന്നാൽ പോലും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, X, Y and Z are three equilateral triangles. Sum of the areas of X, Y and Z, X, Y is equal to area of Z. Xന്റെ ഏരിയയും Yന്റെ ഏരിയയും കൂട്ടിയാൽ Zന്റെ ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ X 6ഉം Y 8ഉം ആണെങ്കിൽ Z എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് സിമ്പിൾ ആണ്. 6, 8, അടുത്ത ട്രിപ്ലറ്റ് ആരാ? 10 ആണ്. അപ്പോൾ ആൻസർ 10 വരിക. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നിങ്ങൾക്ക് അറിയാം, √3a²/4 ആണ്. √3a²/4 √3a²/4. അപ്പോൾ ഇവിടെ നിങ്ങൾ സമ്മൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബാക്കിയുള്ള ആൾക്കാരാ നോക്കിയേ, ഇത് കോൺസ്റ്റന്റ് അല്ലേ? അവിടെ a² മാത്രമേ വേരിയബിൾ ആയിട്ട് നിൽക്കുന്നുള്ളൂ. അതായത് സൈഡ് സ്ക്വയർ ആണ് വേരിയബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സർക്കിളിന്റെ കേസിലും πr². ഇവിടെ π കോൺസ്റ്റന്റ് ആണ്, റേഡിയസ് മാത്രമാണ് ഇവിടെ വേരിയബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഒരു സ്ക്വയറിന്റെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ a² അവിടെ വേരിയബിൾ ആയിട്ട് നിൽക്കുന്ന സൈഡ് സ്ക്വയർ. അപ്പോൾ സൈഡ് സ്ക്വയർ വേരിയബിൾ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ഫിഗേഴ്സ് എല്ലാത്തിനും ഈ ഒരു ഐഡിയ ആപ്ലിക്കബിൾ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് പകരം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സ്ക്വയർ വന്നു, അല്ലെങ്കിൽ സർക്കിൾ വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ 6ഉം 8ഉം കഴിഞ്ഞ അടുത്ത ആൾ വരേണ്ടത് 10 ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം 6² + 8² = 10² ആണ്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ സ്ക്വയറും സർക്കിളൊക്കെ വന്നാലും കണ്ണും പൂട്ടി 6ഉം 8ഉം കഴിഞ്ഞ അടുത്ത് 10 പറയാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പോൾ 7ഉം 24ഉം വന്ന അവിടുത്തെ അടുത്ത എത്രയായിരിക്കും എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതായത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 7 ആണ്, അടുത്ത ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 24 ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്തോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആവറേജ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചിലർ ചെയ്യാൻ വല്ലാതെ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. എ പാർട്ടി വാസ് ഹെൽഡ് ഫോർ 50 പീപ്പിൾ. ഓക്കെ, അവരെ തന്നെ എക്സ്പെൻസിലാണ്. ഔട്ട് ഓഫ് ദം 48 പീപ്പിൾ പെയ്ഡ് 450 ഈച്ച്. 48 ആൾക്കാരുടെ ആവറേജ് 450 അല്ല, 950. 950 ആണ് 48 ആളുകളുടെ ആവറേജ് പറയുന്നത്. ഓക്കെ, ഇനി അതർ 2 persons പെയ്ഡ് 1200 മോർ ദാൻ ദ ആവറേജ് എക്സ്പെൻസ് ഓഫ് ദ ഗ്രൂപ്പ് ആവറേജിനെക്കാട്ടും 1200 കൂടുതൽ 2 പേര് കൊടുത്തു. അപ്പൊ ഗ്രൂപ്പ് ആവറേജ് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണേ അത് ആവറേജ് കാണണം. ആവറേജ് × 50 ചെയ്താൽ ടോട്ടൽ എമൗണ്ട് കിട്ടും. അപ്പൊ ഗ്രൂപ്പ് ആവറേജ് കണ്ടുപിടിക്കണം. ഇപ്പൊ 48 ആൾക്കാരുടെ ആവറേജ് 950 പ്ലസ് ഇവർ എക്സ്ട്രാ എത്ര കൊടുക്കുന്നുണ്ട്? 1200 കൊടുക്കുന്നുണ്ട്. എത്ര പേര് 1200 കൊടുക്കുന്നത്? 2 പേര് 1200 കൊടുക്കുന്നുണ്ട്. അപ്പൊ 2400. അത് എത്ര പേർക്ക് വേണ്ടിയിട്ടാ? 48 പേർക്ക് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇൻറ്റു ഇതാണ് നമ്മളെ ആവറേജ്. അതേ ഇൻറ്റു 50 ചെയ്താൽ ടോട്ടൽ കിട്ടും. അതേ ഇൻറ്റു 50. ഓക്കെ, 950ഉം 2400/48 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 50 കിട്ടും. 950 50 1000. 1000 × 50 1000 × 50 50000. ഓക്കെ, 50000 അതാണ് ആൻസർ വരിക. യെസ്, ഈ ഡയറക്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ട്രിഗ്നോമെട്രി. X = a cos θ + b sin θ, y = a sin θ - b cos θ. ശ്രദ്ധിച്ചോണേ, ഇത് നോർമലി എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കാണിക്കാം. നിങ്ങൾ ഈ സോൾവ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് അല്ല പഠിക്കേണ്ടത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. X = a cos θ ആണ്. x² = a² cos² θ + b² sin² θ + a cos θ b sin θ × 2. നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ സ്ക്വയർ എടുത്തു, എക്സിന് സ്ക്വയർ എടുത്തു, അപ്പോൾ റൈറ്റ് സൈഡിലും സ്ക്വയർ എടുത്തു. y² എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് a² sin² θ + b²
കോസ് സ്ക്വയർ തീറ്റ മൈനസ് എന്താ 2a കോസ് തീറ്റ ബി സൈൻ തീറ്റ ഇൻറ്റു 2 ഇങ്ങനെ വരിക. ഓക്കെ, അപ്പൊ ഇതും കട്ടായി പോകും, ഡയറക്റ്റ് അവിടെ കട്ടായി പോകും. പിന്നെ ആരൊക്കെ ഉള്ളത് ഇവിടെ നോക്കിയേ, എ സ്ക്വയർ കോമൺ ആണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പൊ ഈക്വൽ ടു അവിടെ എ സ്ക്വയർ ഇൻറ്റു 1 വരും, അല്ലെങ്കിൽ എ സ്ക്വയർ വരും. ബി സ്ക്വയർ കോമൺ ആണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 വരും, അവിടെയും ബി സ്ക്വയർ കോമൺ ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൂട്ടിക്കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് പഠിച്ചോണം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടൈപ്പാണ്. അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിച്ചോളാം. ഇതാ 5 ഈക്വൽ ടു 3 കോസ് തീറ്റ പ്ലസ് 5 സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 5 കോസ് തീറ്റ മൈനസ് 3 സൈൻ തീറ്റയാണ്. നോക്കിയേ, കോസ് തീറ്റയുടെ സ്ഥാനത്ത് സൈൻ തീറ്റ വന്നു, പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് വന്നു. നേരത്തെ ഓക്കെ, നേരത്തെ വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ അവിടെ കോഎഫിഷ്യന്റ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, 5 സ്ക്വയർ നമ്മളിപ്പോ പറഞ്ഞ പോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ തരുന്ന രണ്ടാൾക്കാർ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ആരോട് ഈക്വൽ ആയിരിക്കും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ എ സ്ക്വയർ 3 സ്ക്വയർ ആണ്, ബി സ്ക്വയർ 5 സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ആരാന്ന് കിട്ടും, 3 സ്ക്വയർ ആണ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 ആണ് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഇതൊരു കണ്ടീഷൻ ആയിട്ട് പഠിക്കണം, ഇതൊരു കണ്ടീഷൻ ആയിട്ട് പഠിച്ചോളാം. എങ്ങനെ പഠിക്കേണ്ടത്, എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ വൈ ഈക്വൽ ടു ബി സൈൻ തീറ്റ, വൈ ഈക്വൽ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ, y equal to a sin theta minus b cos theta എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് പഠിച്ചോളാം. ഓക്കെ, ഇത് പഠിച്ചാൽ ഡയറക്റ്റ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ അൾജിബ്ര എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, എ ക്യൂ പ്ലസ് ബി ക്യൂ മൈനസ് സി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3ab ഓക്കെ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി തന്നിട്ടുണ്ട്. ഓക്കെ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, ബി മൈനസ് സി ഹോൾ സ്ക്വയർ, സി മൈനസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ 3 ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3abc ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഇൻറ്റു ഇയാളെ ഞാൻ തൽക്കാലം കെ എന്ന് കൊടുക്കുകയാണ് കേട്ടോ, ഇൻറ്റു കെ. അല്ലെങ്കിൽ നമ്മൾ ആൻസർ ആണുള്ളത്, ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു ആൻസർ. ഇതാണ് ആക്ച്വലി ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ് തന്നിട്ടുണ്ട്, എ പ്ലസ് ബി പ്ലസ് സി 15 ആണ്. ഇത് എത്രയാ, ഇത് 405 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടും ഈ 405ഉം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് 810 ആവും. 810 എത്ര 15 ഉണ്ടെന്ന് നോക്കിയാൽ 81 5 15 5 15 75 ആണ്. ബാക്കി ഒരു 9 ഉണ്ടാവും അല്ലെ, ബാക്കി 9 ആണോ, അല്ല ബാക്കി 6 ഉണ്ടാവും. 60 എത്ര 15 4 15 54 ആൻസർ വരണം. ഓക്കെ, 54 ആൻസർ ഡയറക്റ്റ് ആണ്, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി എന്നേ ഉള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ്. 2 ആർട്ടിക്കിൾസ് ആർ സോൾഡ് ഫോർ 9720 ഈച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം അതൊന്ന് മനസ്സിലാക്കേണ്ട എന്താ, സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഇനി ഓൺ വൺ ദ സെല്ലർ ഗെയിൻസ് 8%, ഓൺ അതർ ഹി ലോസസ് 10%. ഓക്കെ, ഒന്നിൽ 8% ഗെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിൽ അത് 27-നാണ് വിൽക്കുന്നത് അല്ലെ. 8% എന്ന് പറഞ്ഞാൽ 2/25 ആ. 25ന്റെ സാധനം 2 രൂപ കൂട്ടി വെക്കും, 25ന്റെ 27 വിറ്റു. അടുത്തതിൽ 10% ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 10% എന്ന് പറഞ്ഞാൽ 1/10 ആ. 10 രൂപേന്റെ സാധനം 1 രൂപ ലോസിൽ വെക്കുന്നു, 10 9 ആവും. ഓക്കെ, പക്ഷെ ഇവിടെ സെല്ലിംഗ് പ്രൈസ് രണ്ടും സെയിം അല്ലേ, ബോത്ത് സോൾഡ് ഫോർ 9720 ആ. അപ്പൊ ഇത് എത്രയായിരിക്കണം, ഇത് 27 ആണെങ്കിൽ ഇതും 27 ആണോ, ഇത് 27 ആണ്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ റേഷ്യോ എങ്ങനെയായി, 25 27 30 27. ഓക്കെ, ഇവിടെ ഇതാണ് ഇയാളുടെ കോസ്റ്റ്, ഇതാണ് ഇയാളെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എത്രയാ 55, സെല്ലിംഗ് പ്രൈസ് എത്രയാ 27 27 54. അപ്പൊ കോസ്റ്റ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവാണ്. അപ്പൊ നമുക്ക് നഷ്ടമാണുള്ളത്. എത്രയാ നഷ്ടം, 55-ൽ 1 നഷ്ടമായി പോയി. 54 കിട്ടിയുള്ളൂ, തിരിച്ച് 54 കിട്ടിയുള്ളൂ, 1 നഷ്ടമായി. അപ്പൊ 1/55 ആണ് നിങ്ങളെ നഷ്ടം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 1 യൂണിറ്റ് ആണ് നഷ്ടം അല്ലെ. ഈ കേസിലെ 1 യൂണിറ്റ് ആണ് നഷ്ടം. ആ 1 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. എടാ 27 യൂണിറ്റിനല്ലേ ഒരു സാധനം വിൽക്കുന്നത്, ആ 27 യൂണിറ്റ് ആരാ, 27 യൂണിറ്റ് 9720 ആണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി. 9720/27 ചെയ്യണം. 97-ൽ എത്ര 27 ഉണ്ട്, 3 27 81 എന്ന് കിട്ടും. അപ്പൊ 3-ൽ സ്റ്റാർട്ട് ചെയ്യും. ലോസ് ആണ് 3-ൽ സ്റ്റാർട്ട് ചെയ്യണം, ലോസ് ആണ് 3-ൽ സ്റ്റാർട്ട് ചെയ്യണം, ഗെയിൻ അല്ല
ഗെയിൻ അല്ല, ലോസ് ആണ്. 3 സ്റ്റാർട്ട് ചെയ്യണം. അടുത്തത് അത് കഴിഞ്ഞ് എത്ര ഉണ്ടാവും? 3, 27, 81. 87 കഴിഞ്ഞിട്ട് ബാക്കി 16 ഉണ്ടാവും. 162 എത്ര 21 ഉണ്ട്? 21 അല്ലായിരുന്നു, 27 ഉണ്ട്. 6, 27 ഉണ്ടാവില്ലേ? 6, 27. അപ്പൊ 36 വരുന്നത് 360. ഓക്കെ, 360 ലോസ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രി ആണ്. ABC is an equilateral triangle with side 18 cm. ഓക്കെ, പോയിന്റ് BC such that BD equal to, ഓക്കെ, ഫിഗർ വരയ്ക്കണം. ഫിഗർ വരച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 18 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് 18 സെന്റിമീറ്റർ. പിന്നെ D is a point on BC. അപ്പോൾ ABC. D is a point on BC such that BD equal to 1/3 BC. BCന്റെ 1/3 BD ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഏതാണ്ട് ഇവിടെ BD. അപ്പോൾ ഇത് 6 ആയിരിക്കണം അല്ലെ? 1/3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 18 ഉണ്ട്, ഇത് 6 ആയിരിക്കണം. ഇനി എന്താ പറയുന്നത്? അങ്ങനെയാണ് ലെങ്ത് ഓഫ് AD എത്രയാണെന്ന് ചോദിക്കുന്നത്. ലെങ്ത് ഓഫ് AD. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഇവിടുന്ന് ഒരു ഹൈറ്റ് വരയ്ക്കാം. ഓക്കെ, ഈ ഹൈറ്റും ഇതും പെർപെൻഡിക്കുലർ ആണല്ലോ. അങ്ങനെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ പൈതഗോറസ് തിയറം വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈറ്റ് ഈക്വൽ ടു ആരാ? ഹൈറ്റ് ഈക്വൽ ടു √3a/2 ആണ്. A എന്ന് പറഞ്ഞാൽ സൈഡാണ്. അപ്പോൾ √3 × 18/2, അതായത് 9√3. അതാണ് ഹൈറ്റ്. ഹൈറ്റ് 9√3 കിട്ടി. ഇനി ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ പകുതിയാണ്, 9 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഇത് എത്ര വരും? 3 വരും അല്ലെ? 6ഉം 3ഉം അല്ലേ 9 വരിക. അപ്പൊ ഈ സൈഡ് 3 വരും. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ √9√3² 81 × 3 243 പ്ലസ് 3ന്റെ സ്ക്വയർ 9. ഇത് കൂട്ടിയ √252 എന്ന് കിട്ടും. 252ന്റെ ആരാണ്ടത്? 7ന്റെ മൾട്ടിപ്പിൾ ആണത്. അപ്പൊ 7 പുറത്തെടുക്കുക. ഇതിനകത്ത് ഓപ്ഷനിൽ √7 ഉണ്ട്, √3 ഉണ്ട്. 3ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്ക്. 5 2 4 5 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇപ്പൊ 3 വേണമെങ്കിൽ പുറത്തെടുക്കുക, അല്ലെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ആണോ അങ്ങനെ നോക്കുക. 252 25 - 4 21. ഓക്കെ, 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ എന്തായാലും 7ന്റെ മൾട്ടിപ്പിൾ എടുക്കാൻ നോക്കുക, അതല്ലേ വലുത്. 7ന്റെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ 252 എത്ര 7 ഉണ്ട്? 210 30 7 ഉണ്ട്. പിന്നെ 52 210 കഴിഞ്ഞാൽ ബാക്കി 42. 42 6 7 ഉണ്ട്. അപ്പൊ 36 7 ഉണ്ട്. √36 × 7 എന്ന് കിട്ടും, ഈക്വൽ ടു 6√7 എന്ന് കിട്ടും. 6√7 ആൻസർ ഉണ്ട്. ഓക്കെ, അത് റൂട്ട് സോൾവ് ചെയ്യുന്നത് നിങ്ങളതായിട്ടുള്ള മെത്തേഡ് എന്താണോ അതിൽ ചെയ്തോളാം. അപ്പൊ ഞാൻ ആദ്യം വലുത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രൈം നമ്പർ വലുത് ഏതാണോ ഉള്ളത് അതിന്റെ റൂട്ട് എടുക്കാം. അത് ഇതിൽ ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അത് നേരെ പുറത്തെടുക്കും. അതാണ് ചെയ്യുക. കാരണം ഇതിനകത്ത് 7 ഉണ്ടെങ്കിൽ ആ 7ന്റെ റൂട്ട് എന്തായാലും ആ √7 ആയിട്ട് തന്നെ കിടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അടുത്തത്, എ മാൻ ബോറോസ് 4000 at 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് ഇൻ 3 years. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് ആണ് കേട്ടോ. ഇൻസ്റ്റാൾമെന്റ് ആദ്യത്തെ ഇയറിൽ 1500 കൊടുക്കും, അടുത്ത ഇയറിൽ 2500 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇയറിൽ എത്ര കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ പല ആളുകളും ടെൻഷൻ അടിക്കും. ഇത് അയ്യോ ഇൻസ്റ്റാൾമെന്റ് അല്ലേ, എനിക്ക് അറിയില്ല, അതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കും. ഒരു മെത്തേഡും ഇല്ല. ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം 4000 ഉണ്ട്. 4000 ഒരു വർഷത്തിലേക്ക് എത്രയാ? 10% പലിശ, അതായത് 400 രൂപ പലിശ കൊടുക്കണം. അത് കഴിയുമ്പോൾ അയാൾ 1500 രൂപ പേ ചെയ്യും. അപ്പൊ 1500 ഈ പ്രിൻസിപ്പളിന്റെ അടുത്താണ് 1500 പോവുക. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 2500 ഉണ്ടാവുള്ളൂ. ആ അടുത്ത വർഷം 2500ന്റെ 10% 250 പലിശ ഉണ്ടാവും. ആ പലിശ അവിടെ തന്നെ നിൽക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് പലിശ ആഡ് ചെയ്യൊന്നും വേണ്ട. അടുത്ത വർഷം എത്ര കൊടുക്കും? ആ 2500 കൊടുക്കും. അപ്പോൾ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? 2500 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരും ബാക്കിയില്ല, പ്രിൻസിപ്പിൾ തീർന്നു. അപ്പൊ മൂന്നാമത്തെ വർഷം ഇനി ആരേ കൊടുക്കണ്ടുള്ളൂ? ഇതേ കൊടുക്കണ്ടുള്ളൂ. 400 250 കൂട്ടി കഴിഞ്ഞാൽ 650 കിട്ടും. അപ്പൊ 650 ഇവിടുത്തെ ആൻസർ വരും. ഓക്കെ, യെസ്, സിമ്പിളാ. അവിടെ വെറും ചിന്തിക്കാനൊന്നുമില്ല. 4000 ആദ്യം 4000ന്റെ 10% 400, പിന്നെ 2500 ആയി, അതിന്റെ 10% 250, പിന്നെ ആരെയും കൊടുക്കാനില്ല. അപ്പൊ 400 250 650 മാത്രമേ കൊടുക്കാനുള്ളൂ എന്നർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10 men can work in 25 days. ഓക്കെ, ആഫ്റ്റർ 12 days. ഇത് സ്ഥിരം നമ്മൾ ചില ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എടാ 10 men 25 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നു പറഞ്ഞാൽ 25 × 10 ആണ് ടോട്ടൽ വർക്ക്. 12 ദിവസം കഴിഞ്ഞപ്പോൾ വേറെന്തോ ചേഞ്ച് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ 12 ദിവസത്തെ വർക്ക് തീർന്നല്ലോ. ഇനി 13 ദിവസത്തെ വർക്കാ ബാക്കിയുള്ളത്. 13 × 10 ആണ് ബാക്കിയുള്ള വർക്ക്. അത് ചെയ്യാൻ 3 more men വരും എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ 10 men ആണുള്ളത്. അപ്പൊ 3 more men വരും. അവർ X ഡേയ്സിൽ വർക്ക് ചെയ്താൽ വർക്ക് കഴിഞ്ഞു. എടാ 13നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 10 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ആൻസർ 10 ആയിരിക്കും. ഡയറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. അവിടെ വേറെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ആൾജിബ്രന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ
സാധാരണ നിങ്ങളോട് എക്സ് സ്ക്വയർ പ്ലസ് 1/x² കാണാനാണ് പറയുന്നത്. നിങ്ങൾക്ക് x - 1/x എന്ന് കിട്ടും, x + 1/x എന്നതിന് ആൻസർ കിട്ടും. ഓക്കെ, രണ്ടെന്നും കിട്ടും. ഇത് k ആണെങ്കിൽ ആൻസർ ഏതോ k² +2 ആയിരിക്കും. ഇത് k ആണെങ്കിൽ ആൻസർ k² - 2 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ഇതിൽ ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയറിനോട് 2 കൂട്ടിയ ആൻസർ ഓപ്ഷനിലുണ്ടോ? പെർഫെക്റ്റ് സ്ക്വയറിനോട് 2 കൂട്ടിയ അതെ ഉണ്ട്. ഇനി പെർഫെക്റ്റ് സ്ക്വയറിന് 2 കുറച്ചതുണ്ടോ? അതും ഉണ്ട്. 64 പെർഫെക്റ്റ് സ്ക്വയർ ഇവിടെ ഉള്ളത്, അതിന് 2 കൂട്ടിയത് 2 കുറച്ചതുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എടുത്തിട്ട് കാര്യമില്ല. ചില കേസിൽ നമ്മൾ അത് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്യും. ഇനി അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇത് ഫോം ചെയ്തെടുക്കണം. ഫോം ചെയ്തെടുത്തോ, x² - 1 = 8x എന്നാക്കണം, ഡിവൈഡഡ് ബൈ x ചെയ്യും എല്ലാ സ്ഥലത്തും. അപ്പോൾ x + x - ആണ്, x പ്ലസ് അല്ല, x - 1/x = 8 എന്ന് കിട്ടും. അപ്പൊ k = 8 ആണ്, ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പ്ലസ് ചെയ്യണം. 8² + 2 എത്രയാണ്? 66 എന്ന് കിട്ടും. അതായിരിക്കും നിങ്ങളെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അതെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സത്യം പറഞ്ഞാൽ നമ്മളിന്ന് ചെയ്തതൊന്നും ഭീകരമായ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അത് എത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ ഒരു മിഡ് റേഞ്ച്, ഒരു 110, 120 റേഞ്ചിലൊക്കെ മോക്ക് ടെസ്റ്റും സ്കോർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസിന് കുറച്ചും കൂടെ സമയം കൊടുത്ത് പഠിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് എത്തണം. അപ്പോഴേ നിങ്ങൾക്ക് കുറച്ച് യഥാർത്ഥ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിന് കുറച്ച് സമയം കൊടുത്ത് അതിനകത്ത് ആൻസേഴ്സ് കിട്ടുള്ളൂ. അപ്പൊ ഇതിനൊന്നും ഇനി ടൈം എടുക്കാൻ പാടില്ല. ഇതൊക്കെ പെട്ടെന്ന് പാറ്റേൺ കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. sin θ = 4 cos θ ആണ്, sin θ cos θ ആണ് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ cos θ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ tan θ = 4 എന്ന് കിട്ടും, അല്ലെങ്കിൽ 4/1 എന്ന് കിട്ടും. അപ്പൊ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഇത് θ ആണെങ്കിൽ ഇത് 4 ആണ്, ഇത് 1 ആണ്, ഇത് റൂട്ട് 16² 16 + 1 എന്ന് പറഞ്ഞാൽ 17 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് ട്രയാങ്കിൾ വരിക. ഇനി ആ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം ആണ് എടുത്തത്, ഞാൻ ഡീറ്റെയിൽ ഇട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിന് sin θ ആരാണ്? sin θ ഓപ്പോസിറ്റ് 4/√17 ഇൻറ്റു cos θ ആരാ? 1/√17. അപ്പോൾ 4 × 1 4, √17 × √17 17. അപ്പോൾ 4/17 വരും. 4/17 ഇവിടെ ആൻസർ വരും. ഇത്രേ ഉള്ളൂ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതാണ് ഞാൻ ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചലഞ്ചിങ് അല്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? നന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വേണ്ടതുണ്ടോ? നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ തരേണ്ടതായിട്ടുണ്ടോ? ഏതെങ്കിലും ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ വേണ്ടതുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഇനിയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണം, ഇങ്ങനെ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് മാത്രമല്ല 25 ക്വസ്റ്റ്യനും ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ചെയ്യാം. നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സിലി ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് ചെയ്യാണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിൽ പറയാം. അപ്പോൾ അടുത്തായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് CGL എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ കുറച്ച് ടോപ്പിക്സ് മാത്രമല്ല വരാൻ സാധ്യതയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് എക്സ്പെക്റ്റഡ് സീരീസ് ഒരു ലൈവ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആ ലൈവ് ഒക്കെ. അപ്പോൾ അടുത്ത ദിവസം, അതായത് ഞായറാഴ്ച സൺഡേ മാത്സിന്റെ ഒരു ലൈവ് ഉണ്ടാവും. സൺഡേ മാത്രമല്ല മാത്സിന്റെ 3 ലൈവ് ഉണ്ടാവും. 3 ലൈവിലായിട്ടും നമ്മൾ അരിത്തമെറ്റിക് അതുപോലെ തന്നെ അഡ്വാൻസ് മാത്സ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യും. ഇത് സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ലൈവിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾക്ക് അളക്കാൻ പറ്റും. അതായത് ലൈവിൽ ഇരിക്കുന്ന മറ്റു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സൺഡേയിലുള്ള ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ലൈവുകളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ സൺഡേ മുതൽ വരുന്ന ഒരു വീക്ക് മുഴുവനും നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. യൂട്യൂബിൽ ഫ്രീ ആയിട്ടുള്ള ലൈവ് ആയിരിക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് ലൈവ് വന്നോളും. അപ്പോൾ പഠിക്കുക ഏറ്റവും നന്നായിട്ട്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിന്ന് പഠിക്കുന്നു എന്നല്ല, എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കുറഞ്ഞ സമയത്തിൽ മാക്സിമം പഠിക്കുക. ഏറ്റവും നല്ല സ്കോറിലേക്കും റാങ്കിലേക്കും ഒക്കെ എത്താൻ വേണ്ടി നിങ്ങൾക്ക് പറ്റട്ടെ. കേരളത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.